£100 million, ജസ്റ്റ് എ സില്ലി മണി. പുതിയ പ്രീമിയർ ലീഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് അതൊന്നും അത്ര വലിയ പ്രൈസ് ടാഗ് അല്ലാതെയായി. കഴിഞ്ഞ ഒരു മാസത്തിൽ ബ്രിട്ടീഷ് താരത്തിനുള്ള ഓൾ ടൈം റെക്കോർഡ് തകർന്നത് 2 തവണയാണ്. എലിയറ്റ് ആൻഡേഴ്സൺ സിറ്റിയിലേക്കും മോർഗൻ റോജേഴ്സ് ചെൽസിയിലേക്കും കുതിച്ചത് റെക്കോർഡ് തുകയ്ക്ക്. ബ്രിട്ടീഷ് താരങ്ങൾക്ക് മാത്രമല്ല, ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇറ്റാലിയൻ താരം സാൻഡ്രോ ടൊണാലിക്ക് വേണ്ടി ടോട്ടനം ചെലവിട്ടതും £100 million തന്നെയാണ്. സോ ഈ ട്രാൻസ്ഫർ ബിസിനസ് എവിടേക്കാണ് പോകുന്നത്? ഈ 100 മില്യൺ ഒരു സാധാരണ ഫീ ആയി മാറിയോ? 2021 ആസ്റ്റൺ വില്ലയിൽ നിന്ന് ജാക്ക് ഗ്രീലിഷിനെ മാഞ്ചസ്റ്റർ സിറ്റി ടീമിലെത്തിക്കുമ്പോഴാണ് ആദ്യമായി പ്രീമിയർ ലീഗ് ആരാധകർ £100 million എന്ന പ്രൈസ് ടാഗ് കേൾക്കുന്നത്. അതിനു മുമ്പും ട്രാൻസ്ഫർ കമ്പോളത്തിൽ പലതവണ ആ സംഖ്യ കണ്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം മറ്റ് ലീഗുകളിലായിരുന്നു. ഇന്നും നിലനിൽക്കുന്ന നെയ്മറുടെ റെക്കോർഡും പിന്നാലെ എംബാപ്പെ, ഡെംബലെ, കൂട്ടിന്യോ അങ്ങനെ എല്ലാ കണക്കിലും മറ്റ് ലീഗുകളായിരുന്നു മുന്നിൽ. ആകെ 2016 പോൾ പോഗ്ബയെ എത്തിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെലവിട്ട £89 million അഥവാ 1144 കോടി രൂപ മാത്രമാണ് അതിശയത്തോടെ ആളുകൾ നോക്കിക്കണ്ടത്. ഒരു തവണ ഗ്രീലിഷിന് വേണ്ടി ആ റെക്കോർഡ് മറികടന്നതും പണം ഒഴുകാൻ തുടങ്ങി. അതേ വർഷം ചെൽസിയുടെ പഴയ ഉടമ റൊമാൻ അബ്രാമോവിച്ച് റൊമേലു ലുക്കാക്കുവിന് വേണ്ടി ചെലവിട്ടത് £97 million ആണ്. എന്നാൽ ടോഡ് ബൊഹുലിയുടെ വരവോടെ കഥ മാറി. 2023 2 തവണയാണ് ചെൽസി തന്നെ ആ £100 million മാർക്ക് കടന്നത്. ആദ്യം ബെൻഫിക്കയിൽ നിന്ന് എൻസോ ഫെർണാണ്ടസിന് വേണ്ടി, പിന്നാലെ ഓഗസ്റ്റിൽ ബ്രൈറ്റണിൽ നിന്ന് മോയിസസ് കൈസോഡോയും കൊണ്ടുവന്നു. ഗണ്ണേഴ്സും കൊണ്ടുവന്നു ഡെക്ലൻ റൈസിനെ റെക്കോർഡ് തുകയ്ക്ക്. 2025 ട്രാൻസ്ഫർ വിൻഡോയിൽ ലിവർപൂളാണ് £100 million റെക്കോർഡ് 2 വട്ടം തകർത്തത്. ഫ്ലോറിയം വിറ്റ്സിനെ ലെവർക്യൂസനിൽ നിന്നും അലക്സാണ്ടർ ഇസാക്കിനെ ന്യൂക്കാസിൽ നിന്നും എത്തിച്ചു. ക്ലബ് ട്രാൻസ്ഫർ റെക്കോർഡ് 2 വട്ടം മറികടന്നു. ഇപ്പോൾ ഇതാ 2026 വീണ്ടും 3 ട്രാൻസ്ഫറുകൾ. 2021 ശേഷം സെഞ്ചുറി തൊട്ടത് 9 തവണ. സോ എന്താണ് ഈ വലിയ ട്രാൻസ്ഫർ തുകയ്ക്ക് കാരണം? പ്രീമിയർ ലീഗിൻ്റെ അത്രയും വരുമാനം ഒരു ലീഗിനുമില്ല. ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ്, സ്പോൺസർഷിപ്പ്, പ്രീമിയർ ലീഗിൻ്റെ ഫാൻ ബേസ്, പിന്നെ പണക്കാരായ ഉടമസ്ഥർ എന്നിവയാണ് അതിന് പ്രധാന കാരണം. ഇംഗ്ലണ്ടിൽ മിഡ് ടേബിളിൽ കളിക്കുന്ന ടീമുകൾക്ക് പോലും മറ്റ് ലീഗുകളിലെ ടോപ്പ് ടീമുകളെക്കാൾ വരുമാനമുണ്ട്. ഉദാഹരണത്തിന് BBC പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് 2024-25 സീസണിൽ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത സതാംപ്ടന് വരുമാനമായി ലഭിച്ചത് £109 million ആണ്, അഥവാ 1400 കോടി. ഇത്രയും അധികം വരുമാനം ലഭിക്കുന്നതുകൊണ്ട് ചെറിയ ടീമുകൾക്ക് അവരുടെ മികച്ച കളിക്കാരെ വിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, പ്ലെയർ നെഗോഷിയേഷൻസ് നടക്കുമ്പോൾ അവർക്ക് വേണ്ട തുക ചോദിച്ചു വാങ്ങാം. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് പോലൊരു ക്ലബിന് ടൈറ്റിൽ കണ്ടന്റേഴ്സായ മാഞ്ചസ്റ്റർ സിറ്റിയോട് £100 million തന്നെ ചോദിച്ചു വാങ്ങാം. ആസ്റ്റൺ വില്ലയ്ക്ക് ചെൽസിയോട് പറയാം റെക്കോർഡ് തുക തന്നില്ലെങ്കിൽ റോജേഴ്സിനെ വിട്ടു നൽകില്ല എന്ന്. സോ ഓരോ ടീമിൻ്റെയും ഫിനാൻഷ്യൽ പൊസിഷൻ മെച്ചപ്പെട്ടു. വരുമാനം കൂടുന്നതോടൊപ്പം ടോപ്പ് എൻഡ് സൈനിങ്സിൻ്റെ ട്രാൻസ്ഫർ ഫീയും വർദ്ധിച്ചിട്ടുണ്ട്. ടോപ്പ് എൻഡ് സൈനിങ്സ് എന്ന് പറയുമ്പോൾ പ്രീമിയർ ലീഗിലെ ഓരോ സീസണിൽ നടക്കുന്ന ട്രാൻസ്ഫറുകളുടെ ആദ്യ 25%. 2016-17 സീസണിൽ ടോപ്പ് എൻഡ് സൈനിങ്സിൻ്റെ മിനിമം ട്രാൻസ്ഫർ ഫീ എന്ന് പറയുന്നത് £29.6 million ആയിരുന്നു. 17-18 സീസണിൽ £45.5 million, 22-23 സീസണിൽ £49 million, 23-24 സീസണിൽ £56 million. ഇപ്പോൾ 2026-27 സീസണിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം £70.5 million എന്ന ഭീമമായ തുകയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഏകദേശം 905 കോടി. മറ്റ് ലീഗുകളിലെ ടോപ്പ് ട്രാൻസ്ഫറിൻ്റെ അത്രയും വരും ഇത്. കഴിഞ്ഞ 10 വർഷത്തിൽ വരുമാനവും ട്രാൻസ്ഫർ ഫീയും ഒരുപോലെ വർദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാരണമായി പറയുന്നത് കളിക്കാരുടെ ക്ഷാമമാണ്. അതായത് മിക്ക ക്ലബ്ബുകളും നോട്ടമിടുന്നത് ഒരേ ക്വാളിറ്റിയുള്ള, ഒരേ പ്രൊഫൈലുള്ള താരങ്ങളെയാണ്. പ്രീമിയർ ലീഗ് പ്രൂവൻ, യങ്, ഫിസിക്കലി റെഡി ആൻഡ് ടെക്നിക്കലി ഗിഫ്റ്റഡ്. നിലവിൽ ട്രഡീഷണൽ നമ്പർ 9കളുടെ കുറവ് മൂലം ക്രിയേറ്റീവ് മിഡ്ഫീൽഡർമാരിലേക്ക് പല ക്ലബ്ബുകളും ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. എലിയറ്റ് ആൻഡേഴ്സന്റെ ഉദാഹരണമെടുത്താൽ 23 വയസ്സിൽ പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസും ഇംഗ്ലണ്ട് ഇന്റർനാഷണലും കൂടാതെ ഏതൊരു ക്ലബ്ബും ആഗ്രഹിക്കുന്ന ക്വാളിറ്റിയും ആ താരത്തിനുണ്ട്. മാത്രമല്ല, യുവതാരങ്ങൾ ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് നോക്കുമ്പോൾ വലിയ തുക നൽകാനും ക്ലബ്ബുകൾ തയ്യാറാണ്. ഫിനാൻഷ്യൽ നിയമങ്ങളെക്കുറിച്ച് ബുദ്ധിപൂർവ്വം ആലോചിച്ചുകൊണ്ടാണ് ഇന്ന് ഡീലുകൾ നടക്കുന്നത്. ഉദാഹരണത്തിന് മോർഗൻ റോജേഴ്സിന് നൽകിയ £117 million ഒറ്റ രാത്രി കൊണ്ട് നൽകുന്നതല്ല. നിയമങ്ങൾ പ്രകാരം 6 വർഷം കരാറുണ്ടെങ്കിൽ 6 വർഷത്തോളം അതിൻ്റെ വാല്യൂ സ്പ്ലിറ്റ് ചെയ്ത് നൽകും. അങ്ങനെ നോക്കുകയാണെങ്കിൽ കണക്കിൽ റോജേഴ്സിനെ സൈൻ ചെയ്യാൻ ചെൽസി ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ ചെലവാക്കിയത് £19.5 million ആണ്. അങ്ങനെ വരുമ്പോൾ പേപ്പറിൽ വലിയ നഷ്ടം കാണിക്കാതെ ഡീലുകൾ എളുപ്പത്തിൽ നടത്താം. പോരാത്തതിന് പ്രീമിയർ ലീഗിലെ ഹോം ഗ്രൗണ്ട് റൂൾ കാരണം ഇംഗ്ലണ്ടിലും വെയിൽസിലും വളർന്ന താരങ്ങൾക്ക് മൂല്യമേറും. സോ ഈ 100 മില്യൺ ട്രാൻസ്ഫറുകൾ ഒരു ബെഞ്ച് മാർക്ക് ആയോ എന്ന ചോദ്യത്തിന് അതെ എന്ന് ഉത്തരം പറയേണ്ടി വരും.
ഇങ്ങനെയുള്ള മാർക്കറ്റ് ഇൻഫ്ലേഷൻ തുടർന്നാൽ മൈക്കൽ ഒലീസയ്ക്കും വിനീഷ്യസ് ജൂനിയറിനും ക്ലബ്ബുകൾ എത്ര കണ്ട് നൽകേണ്ടി വരുമെന്ന് കാത്തിരുന്ന് കാണാം. നെയ്മറുടെ റെക്കോർഡെല്ലാം പഴങ്കഥയാവാൻ ഇനി അധികം കാലമൊന്നും വേണ്ട. മികച്ച ടാലൻറ്റുകളെ എത്തിക്കാൻ ക്ലബ്ബുകൾ എന്തും ചെയ്യുന്ന ഈ കാലത്ത് 150 മില്യൺ ഒരു വലിയ ഫീ ആണോ എന്ന ചോദ്യം വരെ നമ്മൾ അധികം വൈകാതെ ചോദിച്ചു പോകും. എന്തായാലും പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ പണമൊഴുക്ക് തുടരും. ആരാകും അടുത്ത 100 മില്യൺ സ്റ്റാർ? കമൻറ്റ് ചെയ്യൂ.